സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ചില ബ്രാൻഡ് വിദേശ മദ്യങ്ങളും ചില ബിയറുകളും ഗുണനിലവാരം കുറഞ്ഞതെന്ന് പരാതി. ചില മദ്യ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളും IMFI ചില ബിയറുകളും നിലവിലെ നിയമങ്ങളിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളൊന്നും പാലിക്കാതെയാണ് ഉൽപ്പാദനം നടത്തുന്നതെന്ന് പരാതികൾ ഉയരുന്നു. അബ്കാരി ആക്ട് നിലവിലുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല. വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കേണ്ടത് ENA മാത്രമായിരിക്കണം. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉപയോഗിച്ചാണ് മദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടത്. അത് മദ്യക്കുപ്പിയിലെ ലേബിളുകളിൽ വ്യക്തമാക്കുകയും വേണം. കുറേ കാലം മുൻപ് വരെ അത് പാലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്ന നിലവാരമുള്ള വില കൂടിയ ബ്രാൻഡ് മദ്യത്തിൽ പോലും ENA എന്ന് വ്യക്തമാക്കാറില്ല എന്നാണ് പറയുന്നത്. വില കുറവുള്ള മദ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വെറും റെക്ടിഫൈഡ് സ്പിരിറ്റ് മാത്രമാണ്. അതിൽ മനുഷ്യന് ഹാനികരമായ ആൽഡിഹൈഡ്സും ഫീസിൽ ഓയിലും അടങ്ങിയിരിക്കുന്നു. അത്തരം പദാർത്ഥങ്ങൾ നീക്കം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്യൂരിഫിക്കേഷൻ നടത്തിയ സ്പിരിറ്റിനെയാണ് ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് മാത്രമേ മദ്യം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് അറിയുന്നത്. ഇതിന് വില കൂടുതലാണ് മാർക്കറ്റിൽ. അതിനാലാണ് വില കുറവുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉപയോഗിച്ച് ചീപ്പ് ലിക്കർ ഉണ്ടാക്കുന്നതെന്നാണ് അറിയുന്നത്. കേരള ബ്രിവറേജ് കോർപ്പറേഷൻ KSPC ബെപ്കോ വഴി വിതരണം ചെയ്യുന്ന മദ്യങ്ങൾ ENA കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കുന്നില്ല. അതിന് സംവിധാനവും ഇവിടെയില്ല എന്നതാണ് അറിയുന്നത്. മോർച്ചറികളിൽ നിന്ന് ലഭിക്കുന്ന സ്പിരിറ്റ് പോലും ഉപയോഗിച്ച് മദ്യമുണ്ടാക്കി വിതരണം ചെയ്ത സംഭവങ്ങളും കേരളത്തിൽ വാർത്തയായതാണ്. വിദേശ മദ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട വീര്യം 42 UP അണ്ടർ പ്രൂഫും 75 OP ഓവർ പ്രൂഫും ആയിരിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിലും കൃത്രിമം നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. വീര്യത്തിലും കുറവ് വരുത്തിയാണ് വിദേശ മദ്യം ചില കമ്പനികൾ നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. അതുപോലെ മുൻകാലങ്ങളിൽ ബിയർ ഉൽപ്പാദനത്തിന് ഉപയോഗിച്ചു വന്നിരുന്ന അസംസ്കൃത പദാർത്ഥങ്ങളിൽ കുറവും മാറ്റവും വരുത്തിയതായും പറയുന്നു. പ്രധാനമായും ഉപയോഗിക്കേണ്ട ബാർലിക്ക് പകരം അവിലും ഗോതമ്പ് നുറുക്കും തവിടുമൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില ബ്രാൻഡുകളിലും ഉൽപ്പാദന കമ്പനികളുടെ ഇഷ്ടാനുസരണം വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് പറയുന്നത്. അത്തരം ബിയറുകൾ പരിശോധിക്കാനോ സംവിധാനമില്ല. സർക്കാർ അതിന് തയ്യാറാവുമില്ല എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ബാറുകാരെയും മദ്യക്കമ്പനികളെയും തൊടാൻ സർക്കാർ തയ്യാറാവുന്നതല്ല. അവരെ സംരക്ഷിക്കുക മാത്രമാണ് ഇപ്പോൾ സർക്കാർ ചെയ്തു വരുന്നതെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യങ്ങൾ അപമാനകരമാണെന്ന് സുപ്രീം കോടതി BJPക്ക് തിരിച്ചടിയായി. തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യ വിവാദത്തിൽ BJPക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. തൃണമൂലിനെതിരെ അവഹേളിക്കുന്ന പരസ്യങ്ങൾ വിലക്കിയതിനെതിരായ ഹർജിയിൽ കോടതി ഇടപെടാൻ കൂട്ടാക്കിയില്ല. പ്രഥമദൃഷ്ട്യാ അപമാനകരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഹർജി പിൻവലിക്കുകയാണെന്ന് BJP അറിയിച്ചു. പരസ്യങ്ങൾ കൊൽക്കത്ത ഹൈക്കോടതി വിലക്കിയതിനെതിരെയാണ് BJP സുപ്രീം കോടതിയെ സമീപിച്ചത്. വാക്കുതർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴി. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടെ ആര്യയുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴി. ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയത്. വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെന്നും മൊഴിയിലുണ്ട്. MLA ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലീസ് യദുവിനെതിരെ തെളിവുകൾ ഉണ്ടാക്കിയാണ് കുറ്റപത്രം നൽകാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുലിന്റെ വരവോടുകൂടി കോൺഗ്രസിന്റെ പെരുമാറ്റം മാറി. രാഷ്ട്രീയത്തിന്റെ നിലവാരം ഇടിഞ്ഞുവെന്ന് അമിത്ഷാ. കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രസ്താവന. രാഹുലിന്റെ വരവോടെ രാഷ്ട്രീയത്തിന്റെ നിലവാരം ഇടിഞ്ഞു, കോൺഗ്രസിന്റെ പെരുമാറ്റ രീതിയിലും മാറ്റം വന്നതായി അമിത്ഷാ പ്രതികരിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും
ഇത്ര വിദ്വേഷത്തോടെ പെരുമാറുന്നുവെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ. രാഹുലിന്റെ വരവ് കാരണം കോൺഗ്രസിനും ഇടിവാണ് ഉണ്ടായതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 7 ദിവസം കൂടി നീട്ടണമെന്ന ആവശ്യം. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം ഒരാഴ്ച കൂടി നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ട് ആണ് അപേക്ഷ. ജൂൺ 2 തിരികെ തീഹാർ ജയിലിൽ എത്തണം എന്ന് കാണിച്ചാണ് ഇടക്കാല ജാമ്യം നൽകിയിട്ടുള്ളത്. മാക്സ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘം ഇതിനകം പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. തുടർ പരിശോധന അനിവാര്യമാണെന്ന സാഹചര്യം പരിഗണിച്ച് ഇടക്കാല ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നു. ജൂൺ 1 ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ബലമറിഞ്ഞ ശേഷമുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുണ്ടെന്നുമാണ് അറിയാൻ കഴിയുന്നത്.